ഗൈസ്, അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എൻ്റെ പാരൻസ് വരുന്നുണ്ടെന്ന്. അപ്പോൾ അവരിവിടെ ഒരു 5:45 AM ആയപ്പോൾ ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ എമ്രുവിന് ഇത് സർപ്രൈസാണ്. നമുക്ക് എമ്രു എഴുന്നേൽക്കുമ്പോൾ എമ്രുവിൻ്റെ എക്സ്പ്രഷൻ അവന് അറിഞ്ഞൂടല്ലോ, കുഞ്ഞല്ലേ, ബേബിയല്ലേ. അപ്പോൾ അവൻ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ഉപ്പാമാരെയൊക്കെ കാണുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്യാം കേട്ടോ. അത് കാണിച്ചു തരാനാണ്. പിന്നെ അതുമല്ല, അവർ നാട്ടിൽ നിന്ന് വന്നപ്പോഴുള്ള ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എനിക്ക് എൻ്റെ ചേട്ടൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അവ ഉറങ്ങുന്ന ഗ്യാപ്പിൽ ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഓടി വന്നിരിക്കുകയാണ്. അവൻ നല്ല ഉറക്കമാണ്. അവൻ ഉറങ്ങുന്ന ഗ്യാപ്പിൽ ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവൻ നല്ല ഉറക്കമാണ്. അപ്പോൾ ആൾ ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് ആൾക്കാരായിരിക്കും. നമുക്ക് ആ എക്സ്പ്രഷൻ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം, വരും. അപ്പോൾ നാട്ടിൽ നിന്ന് ഇവർ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ ചേട്ടൻ അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നാട്ടിൽ നിന്ന് വരുന്നത് എൻ്റെ ഉമ്മയും വാപ്പായും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും വാപ്പായുമാണ്. ഇവർക്ക് ഖത്തർ എയർവേസ് ഫ്ലൈറ്റിലാണ് വന്നത്. നൈറ്റായിരുന്നു അവരുടെ ഫ്ലൈറ്റ്. നൈറ്റ് എന്ന് പറയുന്നത് ഒരു 3:55 ഫ്ലൈറ്റ്, അങ്ങനെ മോർണിംഗ്, ഏർലി മോർണിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവർ ഊബറൊക്കെ പിടിച്ച് എയർപോർട്ടിൽ പോയി. അങ്ങനെ അവർ സേഫായിട്ട് ഖത്തറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വലിയ കാര്യത്തിൽ നിങ്ങളടുത്ത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ, എന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ സമയത്ത് ഇവൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. എമ്രു ഇവർ വന്ന സമയത്ത് നല്ല ഉറക്കമായിരുന്നു. ഇവരെത്തിയപ്പം ഒരു 9 മണിയൊക്കെ ആയി. അതായത് ഇവിടുത്തെ രാവിലെ 6 മണിയായപ്പോൾ എത്തി. എന്നിട്ട് അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറന്ന സമയം, ഇവരെല്ലാവരും ഇവർ റൂമിലാണല്ലോ കിടക്കുന്നത്. ഇവർ റൂമിൽ പോയപ്പോൾ കണ്ണ് തുറന്ന് കണ്ടപ്പോൾ ഉള്ള ആ ഒരു നിമിഷം എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഞാനാണെങ്കിൽ എൻ്റെ ഫോൺ എവിടെ തപ്പി ഞാൻ ഫോണാണെങ്കിൽ കൊണ്ടുവന്ന് ഹാളിൽ വെച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അതെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ആദ്യമേ ചാടി വാപ്പാടെ അടുത്താണ് പോയത്, എൻ്റെ വാപ്പാടെ അടുത്ത്. ഉപ്പായാണ് അവൻ ഏറ്റവും കണ്ണുകൊണ്ട് നേരെ തുറക്കുന്നില്ല. ആള് നെട്ടി എഴുന്നേറ്റപ്പോൾ വീട്ടിൽ ഫുള്ളും ആൾക്കാരാണ്. മറ്റേത് ഞാൻ ഹസ്ബൻഡ് മാത്രമല്ലേ ഉള്ളൂ. എമ്രുവിന് എപ്പോഴും എല്ലാവരും ഉണ്ടായിരിക്കും. അവനിങ്ങനെ എപ്പോഴും ക്രൗഡഡ് ആയിട്ടിരിക്കും. അതാണ് ഇഷ്ടം സത്യം പറഞ്ഞാൽ. ആരെങ്കിലുമൊക്കെ വേണം കേട്ടോ. ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അങ്ങനെ ഇഷ്ടമില്ലാത്തവരാണ്. എല്ലാവരും ഇങ്ങനെ എടുത്തോണ്ട് നടക്കണം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ വന്നിട്ട് ആരടുത്തും പോകുന്നില്ല. ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും എൻ്റെ വാപ്പാടെ അടുത്ത് അല്ലാണ്ട് ഫോണിൽ നോക്കി എൻ്റെ വാപ്പാടെ അടുത്തും അതുപോലെ എൻ്റെ ചേട്ടൻ്റെ അടുത്തും നല്ലപോലെ സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇഷ്ടമാണ്. അപ്പോൾ വന്നിട്ട് നേരെ ഉപ്പാടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, വേറെ ആരടുത്തും പോകുന്നില്ല. പക്ഷെ വന്നതിൻ്റെ ആ ഒരു എന്താണ് ഉറക്കവും കൂടെ ആയത് കാരണം ഇതാരൊക്കെ വന്നേക്കുന്നു ഒന്നും അവൻ എന്തോ മനസ്സിലാവുന്നില്ല. ഇവർക്ക് ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്നൊക്കെയാണ് ആൾ നോക്കുന്നത് ചുറ്റി. എല്ലാവരും വന്നേക്കുന്നു ഉറക്കം എഴുന്നേറ്റപ്പം. അവന് മനസ്സിലാവൂലല്ലോ. ഇനി എങ്ങാനും നമ്മളൊക്കെ പറയുന്നത് മനസ്സിലാവും. നമ്മളൊക്കെ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാം റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ മനസ്സിലായി കാണും. നമ്മൾ സംസാരിക്കുന്നതും വരുമല്ലോ, നാളെ വരുമെന്നൊക്കെ പറയുന്നതൊക്കെ മനസ്സിലായി കാണണം. അവൻ ഉറക്കം എഴുന്നേറ്റപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പ്രഷനാണ് സത്യം പറഞ്ഞാൽ കാണേണ്ടത്. അതെനിക്ക് മിസ്സായി. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നു അവൻ കളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.